ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഫസി ഫ്രീ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ഹെറിംബോൺ സ്റ്റിച്ചാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെറിംബോൺ സ്റ്റിച്ച് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ക്ലാസ് 9ാമത്തെ ക്ലാസ് ആണ്. നമ്മുടെ സ്റ്റിച്ച് 12ാമത്തെ സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡബിൾ ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3 ഇഴ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ 2 ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ബോർഡിൽ, അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെറിംബോൺ സ്റ്റിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹെറിംബോൺ സ്റ്റിച്ച്, അത് ആദ്യം ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ ഹെറിംബോൺ സ്റ്റിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഒന്ന് മറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇതപ്പോൾ നമ്മൾ ഹെറിംബോൺ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ഹെറിംബോൺ സ്റ്റിച്ച് ആക്കാം. അപ്പോൾ അതിന് മറ്റൊരു കളർ ത്രെഡ് എടുക്കുക കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻ നോക്കി എടുക്കുക. മറ്റൊരു കളർ ത്രെഡ് എടുത്തിട്ട് നമ്മൾ അടുത്ത ലൈനിലാണ് നമ്മൾ നീഡിൽ പൊക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്തപ്പോൾ മറ്റേ ലൈനിലായിരുന്നു പൊക്കിയിരുന്നത്. ഇപ്പോൾ ഈ സൈഡിലെ ലൈനിലൊന്ന് പൊക്കിയിട്ട് മറ്റേ സൈഡിലോട്ട് നീഡിൽ താഴ്ത്തി പൊക്കുകയാണ്. നമ്മളങ്ങനെ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, നമ്മൾ ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്ത ടൈമിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഡബിൾ ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ കാണുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. സിമ്പിളാണ് ചെയ്യുക, എന്നാൽ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ നെക്കിൽ അതുപോലെ സ്ലീവിൽ ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ഡിസൈനും കൂടിയാണിത് കേട്ടോ. നമുക്ക് ഒരു പൈപ്പിംഗ് രൂപത്തിലൊക്കെ കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് വീഡിയോയിൽ ആ ഒരു ശരിക്ക് കാണുന്ന ആ ഒരു ഭംഗി വീഡിയോയിൽ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഇന്ന് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിലോ ഫ്രണ്ട്സിലോ ഒക്കെ ഇതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ച് ബോർഡൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴോട്ട് ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡിസൈന് മോട്ടിഫിൽ ചെയ്യുന്നത് നോക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സിമ്പിളായിട്ടൊരു നെക്കിൻ്റെ ഒരു പാറ്റേൺ അവിടെ വരച്ചിട്ടുള്ളത്. ഇനി ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് പിന്നെ ഡബിൾ ഹെറിംബോൺ ആക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹെറിംബോൺ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഓരോ ലൈനുകളും പാരലലായിട്ട് തന്നെ വരണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിന് പാരലലായിട്ട് വേണം. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോൾ ഫോം ചെയ്യുന്ന ആ ഒരു ലൈൻ വരാൻ, കണ്ടില്ലേ, ഇങ്ങനെ ഒരു പാരലലായിട്ട് വരണം. അപ്പോൾ നമുക്കത് അവിടെ ഇങ്ങനെ വെച്ച് നോക്കാം. അതിന് പാരലലായിട്ട് വേണം ഈ ഒരു ത്രെഡ് നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കൊന്നിങ്ങനെ വെച്ച് നോക്കിയിട്ട് പിന്നെ ആ ഒരു ത്രെഡ് ഇപ്പോൾ വന്ന ആ ഒരു ഭാഗത്ത് നീഡിൽ താഴ്ത്തി കൊടുക്കുക. ത്രെഡ് അവിടെ നിന്ന് നീക്കി കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് നീഡിൽ താഴ്ത്തി പൊക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പാരലലായിട്ട് തന്നെ വന്നാലാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഈ ലൈനിന് പാരലലായിട്ടാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആ ഒരു ലൈന് വരേണ്ടത് കേട്ടോ. കണ്ടില്ലേ. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പിടിക്കുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് ഏത് ഭാഗത്തേക്ക് വരുന്നതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു പാരലലായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിക്കുന്നേ ഉള്ളൂ. അതെങ്ങോട്ട് വന്നാലും സ്റ്റിച്ചിനെ ബാധിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഹെറിംബോൺ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ ത്രെഡ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ത്രെഡ് എടുക്കണം അല്ലേ? അതവിടെ കെട്ടിയിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ അടുത്ത ത്രെഡ് എടുക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ മുന്നെയൊക്കെ ആ ഒരു സ്റ്റിച്ച് വന്ന ആ ഒരു രൂപത്തിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത് പൊക്കിയെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ ത്രെഡ് മാറ്റിയത് അറിയാത്ത രൂപത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു രീതിയിലാണ് ത്രെഡ് മാറ്റുമ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് ഡബിൾ ഹെർബോൺ സ്റ്റിച്ച് ചെയ്യാം അല്ലേ? അപ്പോൾ സ്റ്റിച്ച് ബോർഡ് ചെയ്ത പോലെ തന്നെ മറ്റേ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഹെർബോൺ സ്റ്റിച്ച് ചെയ്തല്ലോ, അതിനേക്കാളും ഒന്നും കൂടെ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ ഇതിൽ ഹെർബോൺ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. കാരണം നമുക്ക് ഡബിൾ ഹെർബോൺ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് അതിൽ വേണം. അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് ഹെർബോൺ ചെയ്യുമ്പോഴേ നല്ല അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് വരുമ്പോഴേക്കും ഒട്ടും ഗ്യാപ്പില്ലാതെ അതങ്ങ് ഫില്ലായി പോകുന്ന രൂപത്തിലാവും. അപ്പോൾ നമ്മുടെ ഹെർബോൺ സ്റ്റിച്ച് മാറും കേട്ടോ. ഇതൊരു ചെറിയൊരു ഗ്യാപ്പ്, ഒരു കള്ളിയായിട്ട് വരുന്ന രൂപത്തിൽ ഇത് വരണം കേട്ടോ. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങളടുത്ത് മുന്നേ ഉള്ള പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ, നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് പെട്ടെന്ന് തന്നെ വരും. താങ്ക്